ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബേബി ഷൂസിൻ്റെ മേക്കിംഗ് വീഡിയോവുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ ഒരു ഓവൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ച് ആണ് നിങ്ങൾക്ക് അളവ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ് നമുക്ക് കാണാം. നമ്മൾ അൺഫോൾഡ് ആക്കി വെക്കുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നമ്മളൊരു ഓവൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ മെഷർമെൻറ്റ്സ് ഒന്നുകൂടെ കാണിച്ചു തരാം. നീളം പിന്നെ വീതി കണ്ടില്ല, 5, 4 അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഓവൽ ഷേപ്പിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ള സെക്കൻഡ് പീസ് എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ രീതിയിൽ നമ്മളൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ നീളം വന്നിട്ട് 6 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്ററും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം 6 സെൻറ്റിമീറ്റർ നീളവും 3.5 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സെമി സർക്കുലർ പീസ് എടുക്കണം കേട്ടോ. ഇനി ഈ 2 പേപ്പർ പീസസ് വെച്ചിട്ട് അതൊരു നമ്മൾ മെഷർമെൻറ്റ്സിനായിട്ട്, അതായത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു രണ്ടും, അതായത് നമ്മുടെ ഓവൽ ഷേപ്പിലുള്ളതും സെമി സർക്കുലർ ഷേപ്പിലുള്ളതും 2 പീസ് വെച്ചിട്ട് നമുക്ക് ഒരു ഷൂസിന് വേണം കേട്ടോ. അപ്പോൾ 2 പീസ് വീതം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസാണ്. അതിൻ്റെ നീളം വന്നിട്ട് ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 3 സെൻറ്റിമീറ്റർ വീതിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീസ് എന്താ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പ് ഞാനിവിടെ ക്യാൻവാസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്ലോത്ത് നല്ല തിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ചിങ് തുടങ്ങാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പീസ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ഒരു സൈഡ്, അതായത് നീളത്തിലുള്ളൊരു ഭാഗം ഒന്ന് 1/4 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ അതിൻ്റെ ഉള്ളിലൂടെ എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനൊരു 5 സെൻറ്റിമീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിൻ കൊണ്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരാം. ഇനി നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഈ സെമി സർക്കുലർ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് എടുക്കാം. അതിൻ്റെ നല്ല വശം നമ്മൾ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ആ പീസ് എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ, നമ്മൾ എലാസ്റ്റിക്കിൻ്റെ തുമ്പുണ്ടല്ലോ, 2 വശത്തെ തുമ്പും ഈ സർക്കിളിൻ്റെ ഈ നേരെയുള്ള വശം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അവിടെ കറക്റ്റായി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ എലാസ്റ്റിക് ഇട്ടിട്ട് ആ ചുരുങ്ങി നിൽക്കുന്ന ഭാഗം നമ്മുടെ സെൻട്രൽ പോർഷനിലായിട്ട് 2 തുമ്പും, അതായത് നമ്മുടെ ഈ സ്ക്വയർ പീസിൻ്റെ 2 തുമ്പും ആ സർക്കിളിൻ്റെ നേരെയുള്ള ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഒരു പീസും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും അതിൻ്റെ മേലെ ഞാനിവിടെ സ്റ്റിഫ് പേപ്പറും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ സെമി സർക്കിളിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ നമ്മൾ എലാസ്റ്റിക് ഇട്ടിട്ടുള്ള പീസ് വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ വീണ്ടും സെമി സർക്കുലർ പീസ് വെച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ളത്. ഇനി അടിഭാഗം ഒന്ന് നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാ ഞാനിവിടെ മൊത്തത്തിലൊന്ന് അടിഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. മറ്റേത് ഞാൻ ക്യാൻവാസ് അതിൻ്റെ മേലെ ഒന്ന് സ്റ്റിഫ് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. 2 സൈഡും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടുവിൽ നമ്മൾ എലാസ്റ്റിക് വെച്ച പോർഷൻ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഞാനിതങ്ങനെ ഒന്നായിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഇങ്ങനെ പുറത്തേക്കാക്കിയിട്ട് മറ്റ് 2 ഭാഗം നമ്മൾ മടക്കിയിട്ട് ഒന്ന് ക്ലിയർ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഷൂവിൻ്റെ മുകൾ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവുമല്ലോ.
അപ്പോൾ ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷൂവിൻ്റെ അടിഭാഗമാണല്ലോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ അടിഭാഗത്തിന് ആയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഞാനിവിടെ അതിൻ്റെ സ്റ്റിഫ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിഫ് പേപ്പർ വെച്ചു വീണ്ടും ആ ക്ലോത്ത് പീസ് വെച്ചിട്ട് ഞാനൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ടും അതിൻ്റെ ഓരോ എന്താ പറയുക മിഡിൽ പോർഷൻസ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ്സ് നിർബന്ധമില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഈ നീളത്തിൽ ഈ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന നീളത്തിലുള്ള വര ഉണ്ടല്ലോ, അതിലൂടെ ആ നീളഭാഗം അതായത് 2 സെൻറ്റിമീറ്ററിൻ്റെ 4 സെൻറ്റിമീറ്ററിൻ്റെ കറക്റ്റ് ഭാഗം മിഡിൽ പോർഷനായിട്ട് ആ മുകൾ ഭാഗമാണ് നമ്മൾ മെയിനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഈ ഷൂവിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതായത് സെമി സർക്കുലർ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മിഡിൽ പോർഷനും നമ്മളൊന്ന് കണ്ടെത്തണം. കറക്റ്റ് സെൻറ്റർ ആവാൻ തന്നെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ ഈ സെമി സർക്കുലർ പീസിൻ്റെ സെൻട്രൽ പോർഷന് നമ്മുടെ അടിയിലെ അതായത് നമ്മുടെ ഓവൽ ഷേപ്പിലുള്ളതിൻ്റെ സെൻട്രൽ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ നമ്മളെ ഈ സെമി സർക്കുലർ കറക്റ്റായിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ സെമി സർക്കുലർ പീസ് കഴിയുന്നത് വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്ക് പോർഷനിലേക്ക് നമ്മൾ സ്റ്റിച്ച് കൊണ്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻട്രൽ പോർഷനാക്കി വെച്ചിട്ട് നമ്മൾ 2 സൈഡിലൂടെയും ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് പോർഷനിലേക്ക് പോകരുത്. നമ്മുടെ ഈ സെമി സർക്കുലർ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് കവർ ചെയ്യുന്നവരെ മാത്രം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ കുറച്ച് ക്ലോത്ത് അധികം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറിയ ഫ്രിൽസുകളാക്കി ഇട്ടിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ തുമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓവർലോക്കൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ക്ലിയർ ആക്കി എടുക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് ഇത് മറിച്ചിട്ടാൽ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിൽ ഫിനിഷ് ആക്കിയിട്ട് ഒന്ന് മറിച്ചെടുക്കണം. നമ്മൾ എന്തെങ്കിലും പെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കണ്ട് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ മറിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഷൂവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബേബി ഷൂസിൻ്റെ മേക്കിംഗ്. അതായത് നമുക്ക് മെയിനായിട്ട് ഇതിൽ അറിയേണ്ടത് നമ്മുടെ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഏത് മോഡൽസും, അതായത് നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ഓരോ ഡ്രസ്സിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷൂ മേക്കിംഗ് വീഡിയോ ആണിത്. അപ്പം ഇനി നമുക്കിത് വേണമെങ്കിൽ അധികമായിട്ട് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുമല്ല എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതിന് ഈ മുകൾ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേസൊക്കെ വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷൂവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം ഞാൻ ലേസിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഒരു അടിഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഇതിൻ്റെ നമ്മുടെ സെമി സർക്കുലർ പീസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഈ ഒരു തുമ്പ് നമ്മൾ കാലിട്ടാൽ വരുന്ന ഈ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് റൗണ്ടിൽ. ഓരോരുത്തർക്കും ഡെക്കോറൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലുക്കാണിത്. നല്ല ഭംഗിയുണ്ട്, നല്ല കളർ കോമ്പിനേഷനായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഈ വയലറ്റിലേക്ക് ഈ ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ. അപ്പം
അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.